പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പ്രകീർത്തിച്ച് ശശി തരൂർ MP. മോദി വ്യക്തിപ്രഭാവമുള്ള നേതാവ്. കോൺഗ്രസിന്റെ ഇടതുപക്ഷ നയങ്ങളിൽ നിന്നും രാജ്യം ശക്തമായ ദേശീയ തലത്തിലേക്ക് മാറി എന്നും തരൂർ. ഇത് സാധ്യമായത് മോദിയുടെ കരുത്തുറ്റ നേതൃത്വത്തിന്റെ ഫലമായി. മോദിയെ സ്തുതിക്കുന്നത് അടിയന്തരാവസ്ഥയെ വിമർശിച്ച ലേഖനത്തിന് പിന്നാലെ. ശശി തരൂരിനെതിരെ കെ മുരളീധരൻ. ഒന്നുകിൽ പാർട്ടിക്ക് വിധേയനാകാം, അല്ലെങ്കിൽ പാർട്ടി നൽകിയ സ്ഥാനം ഉപേക്ഷിച്ച് ഇഷ്ടമുള്ള പാർട്ടിയിലേക്ക് പോകാമെന്ന് പ്രതികരണം. അഭിപ്രായ വ്യത്യാസം പാർട്ടിക്കുള്ളിൽ പറയണമെന്നും മുരളീധരൻ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ BJPയുടെ തന്ത്രമൊരുക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നും നാളെയും കേരളത്തിൽ. പാർട്ടി കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. വിഭാഗീയതയ്ക്ക് അറുതി വരുത്താനുള്ള ഇടപെടലുണ്ടാകും. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറക്കുക പ്രമുഖരെ. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നാളെ. മടക്കം തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം. കോടതി വടിയെടുത്തപ്പോൾ സർക്കാർ തിരുത്തിയ കീം റാങ്ക് പട്ടികയിൽ അടിമുടി മാറ്റം. കേരള സിലബസിൽ പഠിച്ചവർ പിന്നിലായി. ആദ്യ 100 റാങ്കിൽ 79 പേരും CBSE-ക്കാർ. 1ാം റാങ്കിലെത്തിയത് പഴയ പട്ടികയിൽ 5ാം റാങ്കുള്ള വിദ്യാർത്ഥി. ഓപ്ഷൻ ക്ഷണിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ഇന്നുണ്ടാകും. കേരള സർവകലാശാലയിലെ അധികാര തർക്കവും ഭരണസ്തംഭനവും തുടരുന്നു. VC സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ KS അനിൽകുമാറിന് ഈ ഫയലുകൾ കൈമാറി. രജിസ്ട്രാർ ഡോക്ടർ മിനി കാപ്പര, ഡോക്ടർ അനിൽകുമാർ ഫയൽ ട്രാൻസ്ഫർ ID നൽകിയില്ല. ഈ സാഹചര്യത്തിൽ അനിൽകുമാർ കൈകാര്യം ചെയ്യുന്ന ഫയലുകൾ മാറ്റിവെക്കാൻ VCയുടെ നിർദ്ദേശം. സ്കൂൾ സമയമാറ്റത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ സമസ്ത. ചർച്ച പോലുമില്ലാതെ ആവശ്യം തള്ളിയതിൽ സമസ്ത നേതാക്കൾക്ക് കടുത്ത അമർഷം. തുടർ സമരം എങ്ങനെ വേണമെന്ന ആലോചനകളും ശക്തം. ചെങ്ങന്നൂർ ഭാസ്കരക്കാരനവർ വധക്കേസ് പ്രതി ഷെറിൻ ജയിൽ മോചിതയാകുന്നു. സർക്കാരിന്റെ ശുപാർശ ഗവർണർ അംഗീകരിച്ചു. ഷെറിന്റെ മോചനത്തിന് മന്ത്രിസഭാ തീരുമാനമെടുത്തത് ജനുവരി 22-ന്.